ഇറാനെതിരെ അമേരിക്കയും ഇസ്രയേലും ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന യുദ്ധം ഇപ്പോൾ 2-3 ദിവസമായിട്ട് ഒരല്പം സമാധാനത്തിൻ്റെ അന്തരീക്ഷത്തിൽ തുടരുന്ന ഈ ഒരു പശ്ചാത്തലത്തിൽ പുതിയൊരു കാര്യം ഉണ്ടായി വന്നിരിക്കുന്നത് ഇന്ന് ലോക ശ്രദ്ധ നേടിയിരിക്കുന്നത് നമ്മളൊന്ന് അറിയണം. ഫലസ്തീനിൽ ഗസ മേഖലയിൽ സെൻട്രൽ ഗസ സ്ട്രിപ്പിൽ നേരത്തെ തന്നെ പലായനം ചെയ്യേണ്ടി വന്ന അഭയാർത്ഥികളായി കഴിയേണ്ടി വരുന്ന കുറേ ഫലസ്തീൻ കുടുംബങ്ങളുണ്ട്. അവർ താമസിക്കുന്ന ടെൻറ്റുകളുണ്ട്. അത്യാവശ്യം സഹായങ്ങളും ഒരു സാഹചര്യങ്ങളും ഇല്ലാതെ കഴിയേണ്ടി വരുന്ന ആ ആളുകളിലേക്ക് ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് ബോംബ് വർഷം, ശക്തമായ സൈനിക ആക്രമണം ഇന്നുണ്ടായി. അതിൽ മഗാസി എന്ന് പറയുന്ന ഭാഗത്തൊക്കെ ഒരു കുഞ്ഞടക്കം 3 പേർ കൊല്ലപ്പെട്ടുവെന്ന് റിപ്പോർട്ട് വരുന്നു. നിരവധി മൃതദേഹങ്ങൾ ഈ ചാരങ്ങൾക്കടിയിലുണ്ട്, ടെൻറ്റുകൾക്കടിയിലുണ്ട് എന്ന് റിപ്പോർട്ട് വരുന്നു. അങ്ങനെ യുദ്ധത്തിൻ്റെ ഫോക്കസ് മാറുന്ന വിധത്തിൽ പുതിയ വാർത്തകൾ മേഖലയിൽ നിന്ന് തന്നെ വന്നുകൊണ്ടിരിക്കുന്നതാണ് നമ്മൾ ഇന്ന് ഓഗസ്റ്റ് 23 കാണുന്നത്. ഇറാൻ്റെ പ്രസിഡന്റ് മസൂദ് പെസസ്കിയാൻ ശക്തമായൊരു പ്രസ്താവനയുമായി ഇന്ന് രംഗത്ത് വന്നതും വാർത്തകളിൽ ഇടം പിടിച്ചിരിക്കുന്നു. ഇറാൻ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുകയാണ് എന്ന കാര്യം തുറന്ന് സമ്മതിക്കുന്ന മട്ടിൽ പ്രസിഡന്റ് പറഞ്ഞത്രേ. എന്നാൽ മറ്റൊരു കാര്യം കൂടി ഇറാൻ പറയുന്നുണ്ട്. ഇറാനെതിരായ അമേരിക്കയുടെ ഉപരോധം പുതിയതായിട്ട് പ്രഖ്യാപിക്കുന്നത് അതിൽ കക്ഷി ചേരുന്ന രാജ്യങ്ങളെയെല്ലാം ഇറാൻ്റെ ശത്രുക്കളായി ഇറാൻ പ്രഖ്യാപിക്കും എന്നൊരു മുന്നറിയിപ്പ് പോലെ ഇറാൻ നൽകിയിരിക്കുകയാണിപ്പോൾ. യുദ്ധം ഒരു കരയിലും എത്തിയിട്ടില്ല എന്ന് പറയുമ്പോഴും ഹോർമൂസ് കടലിടുക്കിലൂടെ കപ്പലുകൾ പോകുന്നില്ല എന്നും പോകുന്നുണ്ടെന്നും അവകാശവാദങ്ങൾ വ്യത്യസ്ത തലങ്ങളിൽ ഉയരുന്നുണ്ടെങ്കിലും ഇപ്പോൾ പാകിസ്ഥാൻ്റെ ആർമി ചീഫ് നാളെ ടെഹ്റാനിലെത്തിയിട്ട് ഇറാൻ്റെ പ്രതിനിധികളുമായി ഒന്നുകൂടി സംസാരിച്ച് എങ്ങനെയെങ്കിലും യുദ്ധം ഔപചാരികമായി അവസാനിപ്പിക്കാൻ പറ്റുമോ, ഈ കരാറില്ലാതെ മുന്നോട്ട് പോകുന്ന സാഹചര്യം ഒഴിവാക്കാൻ പറ്റുമോ എന്നൊക്കെ നോക്കും എന്നൊരു റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ഇതിനിടയിൽ ഇറാൻ്റെ ഔപചാരികമായ വാർത്താ ഏജൻസിയിൽ പ്രഖ്യാപിക്കുന്ന ഇറാന് വളരെ ആശ്വാസവും ആത്മവിശ്വാസവും ഒക്കെ കൊടുക്കുന്നൊരു വാർത്ത, ഒരു പുതിയ ഓയിൽ ഫീൽഡ് ഇറാനിൽ കണ്ടുപിടിക്കപ്പെട്ടിരിക്കുന്നു. 7.5 ലക്ഷം കോടി ക്യൂബിക് ഫീറ്റ് ഗ്യാസ് അവിടെ ഉണ്ട് എന്നാണ് ഇപ്പോൾ പറയുന്നത്. ഈ ഗ്യാസ് ഫീൽഡ് ഒരുപക്ഷെ ഇറാനിലെ ഏറ്റവും പ്രമുഖമായ സ്ഥാനത്ത് തന്നെ നിലകൊള്ളാൻ സാധ്യതയുണ്ടെന്നും ഫാർസ് പ്രൊവിൻസിലാണ് ഇതിൻ്റെ സ്ഥാനമെന്നും പ്രാഥമിക റിപ്പോർട്ടുകൾ പറയുകയാണ്. ഗ്യാസിൻ്റെ കാര്യം ഇറാനിൽ ഇങ്ങനെ കൂടുതലായിട്ട് കണ്ടുപിടിക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഗ്യാസ് ഇല്ലാത്തതിൻ്റെ പേരിൽ ബുദ്ധിമുട്ട്, ഒരുതരം സ്തംഭനാവസ്ഥ നേരിടുന്ന ബംഗ്ലാദേശിനെ കുറിച്ചുള്ള റിപ്പോർട്ടും വരികയാണ്. മിഡിൽ ഈസ്റ്റ് യുദ്ധം തങ്ങളെ ഗ്യാസ് ഇല്ലാത്തവരാക്കി മാറ്റിയിരിക്കുന്നു എന്ന വിധത്തിലാണ് ഇപ്പോൾ അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. നാളെ ഓഗസ്റ്റ് 24 തിങ്കളാഴ്ച UAE സംബന്ധിച്ചിടത്തോളം സുഹൈൽ ദിനമാണ്. സുഹൈൽ നക്ഷത്രത്തെ കാണുന്നു എന്ന് നമ്മൾ കരുതപ്പെടുന്ന ദിവസമാണ്. സുഹൈലിനെ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇപ്പോഴുള്ള ചൂട് കുറയാൻ പോകുന്നു എന്നാണ്. ഏതായാലും ഇന്നും 46 ഡിഗ്രി സെൽഷ്യസ്, നാളെയും 46 ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഇന്ന് പലയിടങ്ങളിലും അലൈൻ റോഡിലൊക്കെ മഴ കിട്ടി. നാളെയും മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട് എന്ന് നിരീക്ഷണ കേന്ദ്രങ്ങൾ പറയുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ വലിയ മാറ്റം നാളെ മുതൽ ഉണ്ടാകാൻ പോകുന്നു സുഹൈൽ നക്ഷത്രത്തെ കണ്ടു കഴിഞ്ഞാൽ. പിന്നീടുള്ള 40 ദിവസം കൊണ്ട് സമ്മർ, ഈ വേനൽക്കാലം വിട പറയുന്നു എന്നതാണ് പരമ്പരാഗതമായ ഒരു രീതി. ചൂട് കുറയുമ്പോഴും കൂടുന്ന ഒന്നുണ്ട്, സ്വർണത്തിൻ്റെ വിലയാണ്. കഴിഞ്ഞ 3 മാസത്തിനിടയിലെ ഏറ്റവും ഉയർന്ന വില. 24 ക്യാരറ്റ് തങ്കം ആരുടെയെങ്കിലും കയ്യിൽ വാങ്ങി വെച്ചിട്ടുണ്ടോ എങ്കിൽ ആശ്വാസമാണ്. 480 വാങ്ങിയ ആളുകളുണ്ട് 1 ഗ്രാം തങ്കം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ്. ഇപ്പോഴിതാ 554.25 എന്ന വിധത്തിലാണ് ഇന്ന് ദുബായ് മാർക്കറ്റിലെ വില. ഇന്നലെയും അങ്ങനെയായിരുന്നു. ഇപ്പോൾ 600 പോയി നിൽക്കുമെന്നാണ് പെട്ടെന്ന് വീണ്ടും പറയുന്നത്. അതുകൊണ്ട് സ്വർണ്ണ കച്ചവടം അല്ലെങ്കിൽ സ്വർണം കൈവശം ഉള്ളവർക്ക് ആഹ്ലാദത്തിൻ്റെ സമയമാണ്. വാങ്ങാനിരിക്കുന്നവർക്ക് അത് കൂടുതൽ കാശ് കൊടുക്കേണ്ടി വരുമല്ലോ എന്നുള്ള ആശങ്കയുടെ ദിനങ്ങളും. Night updates supported by Gold Star Rent-A-Car, Partha Signature, Abu Shagara, Sharjah, ABC Cargo and Courier, ELL Properties, Kalyan Jewelers, Lulu Supermarket, Hypermarket and Department Store, Al Nasood Cargo, Fira Foods, Explore Education, Impulse Warehouse, Dr. Asina's Ayurvedic Clinic, Ain Golden Diamonds, Choco World, Hashim Hypermarket.